ഹായ് ഹലോ, ഞാൻ ഡോക്ടർ ഷംന സിദ്ദിഖ്. കല്യാണക്കായോ? ഒരാഴ്ച കൊണ്ട് മുഖം തിളങ്ങാനുള്ള ടിപ്സ് വേണോ? കല്യാണമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പും ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഇതൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും സ്കിന്നിൻ്റെ ഹെൽത്തും ഗ്ലോവും നിലനിർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം മുഖത്ത് വരുന്ന ചെറിയ ചുളിവുകളും അതുപോലെ തന്നെ പാടുകളും ഒക്കെ ഡ്രൈനെസ് ഒക്കെയാണ്. അതിനായിട്ട് അവർ പല വിധത്തിലുള്ള ക്രീമും മോയ്സ്ചറൈസിങ് സെറംസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ചെറുതായിട്ടൊരു വ്യത്യാസം കാണുകയും ഉപയോഗം നിർത്തി കഴിഞ്ഞാൽ സ്കിൻ അതിൻ്റെ പഴയ കണ്ടീഷനിലോട്ട് തന്നെ പോവുകയും ചെയ്യും. ചില ആളുകൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ തുടർച്ചയായിട്ട് കാലങ്ങളോളം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ഒരു നോർമൽ ടെക്സ്ചർ തന്നെ അങ്ങ് മാറും. അതുകൊണ്ട് ഇതിനുള്ള പരിഹാരം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ ഒരു ഗെയിം ചേഞ്ചറാണ്. സ്കിന്നിനെ നന്നായിട്ട് പ്ലംബി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഗ്ലോ ആക്കി നിലനിർത്താൻ സ്കിന്നിൽ ഹൈഡ്രേഷൻ എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ജലാംശം എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാസികകളിലും അതുപോലെ തന്നെ പല ഹെൽത്ത് ടിപ്സിലും കാര്യങ്ങളിലൊക്കെ ഗ്ലിസറിനെ പറയുമെങ്കിലും പലരും ഇത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. ഗ്ലിസറിൻ പൊതുവെ അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ നമ്മൾ ഈ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ എന്തെങ്കിലും സ്കിൻ കെയർ റൂട്ടീനോ കാര്യങ്ങളോ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു സീക്രട്ട് എലമെൻ്റ് ആയിരിക്കും നമ്മുടെ ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ഗ്ലിസറിൻ എന്ന് പറയുന്നത് സ്കിന്നിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മോയ്സ്ചറൈസറാണ്. ഈ സ്കിന്നിൻ്റെ അകത്ത് നിന്ന് ജലാംശം നന്നായിട്ട് പിടിച്ചു നിർത്തുകയും അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയും ഹെൽത്തിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഗ്ലിസറിൻ സാധിക്കും. നമ്മുടെ ഈ വെളിച്ചെണ്ണ അല്ലെങ്കിൽ മറ്റു പല ഓയിലുകൾ കാര്യങ്ങളൊക്കെ ഹൈഡ്രലൈസ് ചെയ്തിട്ടാണ് ഈ ഗ്ലിസറിൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ പുറത്ത് പോയി വന്നതിന് ശേഷം അല്ലെങ്കിൽ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് പോയി വന്നതിന് ശേഷം ആണെങ്കിൽ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു ടവല് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്യുക. ഈ ഡ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഖം വാഷ് ചെയ്തതിന് ശേഷം ഈ ടവൽ അല്ലെങ്കിൽ തോർത്തൊന്നും വെച്ചിട്ട് മുഖം നന്നായിട്ട് ഉരച്ചിട്ടല്ല ഡ്രൈ ചെയ്യേണ്ടത്. ഫേസ് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഫേസ് ഡ്രൈ ചെയ്തെടുക്കേണ്ടത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ശേഷം ഈ ഗ്ലിസറിനും റോസ് വാട്ടറും 1:2, അതായത് 1 ടീസ്പൂൺ ഗ്ലിസറിനാണെങ്കിൽ 2 ടീസ്പൂൺ റോസ് വാട്ടർ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോമ്പിനേഷനിൽ. ഇത് വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിൽസ് ആക്കിയിട്ട് സ്പ്രേ ആക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്തിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഈ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഉണ്ടാകും കൈയും കാലൊക്കെ നന്നായിട്ട് വരണ്ടിട്ട് പിന്നെ അവർക്ക് ഒരു ഇച്ചിങ്ങും ചൊറിച്ചിലൊക്കെ വരും. അപ്പോൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഫേസിലും കഴുത്തിലും മാത്രമല്ല, നമുക്ക് നമ്മുടെ ശരീരത്തിന് മൊത്തം നമ്മളെ കയ്യിലും കാലിലും ഒക്കെ നന്നായിട്ട് തടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഹൈഡ്രേഷൻ രാത്രി വരെ നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ ഈ സമ്മർ സീസണിലൊക്കെ പ്രത്യേകിച്ച് ഇതൊന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. നല്ല എക്സ്ട്രീം ഡ്രൈ സ്കിന്നുള്ള ആളുകളാണ്, ഈ കയ്യിലും കാലിലൊക്കെ നന്നായിട്ട് മുരി വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ഗ്ലിസറിനും പനീറും സെയിം റേഷ്യോയിൽ 1:1, അതായത് 1 ടീസ്പൂൺ ഗ്ലിസറിൻ ആണെങ്കിൽ 1 ടീസ്പൂൺ പനീർ യൂസ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കണം. നമ്മൾ ഈ ഗ്ലിസറിനും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പുറത്ത് നിന്ന് ഹൈഡ്രേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പുറത്ത് നിന്ന് മാത്രമല്ല ഉള്ളിൽ നിന്നും ഹൈഡ്രേഷൻ കിട്ടണമെങ്കിൽ ഇതും ചെയ്യുക, ഇതിനോടൊപ്പം തന്നെ വെള്ളവും നന്നായിട്ട് കുടിക്കുക. ഇത് മാത്രമല്ല, നമ്മൾ സ്കിന്നിൻ്റെ അല്ലെങ്കിൽ മുഖക്കാന്തി കാര്യങ്ങളൊക്കെ നിലനിർത്തണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ് കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യണം. ഇത് നമ്മുടെ ഭക്ഷണത്തിലൂടെയാണ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ് കാര്യങ്ങൾ, ഇതൊക്കെ ഏതാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ നോക്കാം. ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് പപ്പായ, ബെറീസ്, ഓറഞ്ച്, ഇതിൽ വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നമ്മളെ കൊളാജനെ ബൂസ്റ്റ് ചെയ്യും. അതായത് കൊളാജനെ ബൂസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കാര്യങ്ങളൊക്കെ നിലനിർത്താൻ സഹായിക്കും. ഈ ചുക്കിച്ചുളിയുന്നതും ചുക്കിച്ചുളിയുമ്പോഴാണ് നമുക്കൊരു പ്രായം തോന്നുന്ന പോലെയൊക്കെ തോന്നുക. അപ്പോൾ ഇത് ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അടുത്തത് പോംഗ്രനേറ്റ് ആണ്. ഇതിൽ പോളിഫിനോൾസ് ഭയങ്കരമായിട്ട് റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളെ സ്കിന്നിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂട്ടും. ബ്ലഡ് ഫ്ലോ കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ബ്ലഡ് ഫ്ലോ കൂട്ടുന്നതിനനുസരിച്ച് സ്കിന്നിൻ്റെ ടോണ് കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസം വരും. ഈ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ നമ്മളെ ക്യാരറ്റ്, സ്പിനാച്ച്, ബീട്രൂട്ട് പോലത്തെ ധാരാളം ഉൾപ്പെടുത്തുക. ക്യാരറ്റിലൊക്കെ എല്ലാവർക്കും അറിയാം വൈറ്റമിൻ എ കാര്യങ്ങളൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പിനാച്ചിലാണെങ്കിലും വൈറ്റമിൻ എ, സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇനി ബീട്രൂട്ട് ആണെങ്കിൽ നമ്മൾ ഈ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടും. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് നമ്മുടെ ഈ സ്കിന്നിന് നല്ലൊരു ഫ്ലഷ് ആൻഡ് ഗ്ലോ ഒക്കെ തരും. ഇതിൻ്റെ സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ നമ്മളെ വാൾനട്ട്സ്, ആൽമണ്ട്സ്, അതുപോലെ തന്നെ ചിയാ സീഡ്സ് കാര്യങ്ങളൊക്കെ ധാരാളം ഉൾപ്പെടുത്തുക. ഈ ആൽമണ്ട്സിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ സൺ പ്രൊട്ടക്ഷൻ, അതായത് UV ഡാമേജിനൊക്കെ നന്നായിട്ട് തടയാൻ സഹായിക്കും.
ഇനി ഹെൽത്തി ഫാറ്റ്സ്, നമ്മളെപ്പോഴും ഒന്ന് തടി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാലൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഫാറ്റ് എന്ന് പറയുന്ന സംഭവം. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ ആവശ്യമാണ്. നമ്മൾ ചീത്ത കൊളസ്ട്രോളിനാണ് ഒഴിവാക്കേണ്ടത്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ പ്രോപ്പർ ഫങ്ഷനിങ്, ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനായാലും സ്കിന്നിൻ്റെ ഫങ്ഷനിങ്ങിനായാലും മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും ഹെൽത്തി ഫാറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള നമ്മളെ ഒലീവ് ഓയിൽ, അതുപോലെ തന്നെ അവക്കാഡോ പോലത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. കോക്കനട്ട് വാട്ടറൊക്കെ നന്നായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഇത് നമ്മുടെ സ്കിന്നിന് ഒരു ഓവറോൾ ഹൈഡ്രേഷനും നമ്മളെ നറിഷിങ്ങിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കോക്കനട്ട് വാട്ടർ. മറ്റ് പല മെറ്റബോളിസം കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാനും ബോഡിയിൽ പലവിധ കാര്യങ്ങൾ റെഡിയാക്കാനൊക്കെ നമ്മൾ ഈ കോക്കനട്ട് വാട്ടർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്കിന്നിന് പുറത്ത് നിന്ന് മാത്രമല്ല അകത്ത് നിന്നും നറിഷിങ് ഈക്വലി കൊടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്കൊരു ബെറ്റർ റിസൾട്ട് വിത്തിൻ 1 വീക്ക് ടു 2 വീക്സ്. കല്യാണ സീസണൊക്കെ ആയിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ കല്യാണം അടുത്ത് നിൽക്കുന്നുണ്ട്, കുടുംബത്തിലൊക്കെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ 2 കോമ്പിനേഷൻ, ഈ പുറത്തു നിന്നുള്ള നമ്മൾ ഗ്ലിസറിൻ സപ്ലൈയും ഉള്ളിൽ നിന്ന് ഭക്ഷണത്തിലുള്ള ചില ചെറിയ ചെറിയ എലിമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബെറ്റർ റിസൾട്ട്സ് കിട്ടും. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്.